ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ നമ്മൾ ഓഫീസിൽ പോകണ്ട, എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റു. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നു മീറ്റ് ചെയ്യണമെന്ന്. ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പ്ലാൻ ഇങ്ങനെ നീണ്ടു പോകണമല്ലാതെ നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദേവാൻഷ് ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്, സോ നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന്. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് അവൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കാണുന്നത്. അപ്പാർട്ട്മെൻറ്റ് വേറെ ഒന്നും കാണാനില്ല, എം ടി ആണ് ഫുള്ള്. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്, ദേവാൻഷ്. ഫസ്റ്റ് ടൈമാണ് വരുന്നത് നമ്മുടെ ഹൗസ് കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. രാമേശ്വരം കഫേയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം കാണാം. പിന്നെ നമ്മൾ നേരെ രാമേശ്വരം കഫേയിലോട്ടാണ് പോയത്. സോ നമ്മളിവിടെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നിങ്ങനെ പ്ലാൻ ഇട്ടാൽ നമ്മൾ എപ്പോഴും പോണത് അങ്ങോട്ടാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം കഴിച്ചത് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പുതിയ ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, ബൊമ്മസന്റ, അവിടെയാണ് ഇപ്പം റീസെൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദിരാനഗറിൽ ഒരെണ്ണമുണ്ട്, അത് ഒരു OG സംഭവമാണ്. അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തത് എനിക്കറിഞ്ഞൂടെ, എന്തോ ഒരു വ്യത്യാസമുണ്ട് ഇവിടത്തേക്ക് കമ്പയർ ചെയ്യുമ്പോഴേക്കും. പിന്നെ അവിടെ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ക്യൂ നിന്ന് അവസാനം നമ്മുടെ സാധനം കിട്ടി. നമ്മളെപ്പോൾ അവിടെ പോയാലും വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ലാസ്റ്റ് നമ്മൾ വന്നെത്തണത് ഗീപ്പൊടി ദോശയായിരിക്കും. അങ്ങനെ അവൻ ഗീപ്പൊടിയും മസാല ദോശയും പറഞ്ഞു, നമ്മൾ നോർമൽ ഗീപ്പൊടി ദോശയും പറഞ്ഞു. പിന്നെ വട അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ബെറ്ററായിരുന്നു, ലാസ്റ്റ് ടൈം കഴിച്ചതിനെക്കാട്ടി ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കറങ്ങി നടന്ന് കണ്ടിട്ടില്ല. പിന്നെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഇങ്ങനെയൊക്കെ കണ്ടു. വേറെ നമുക്ക് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യണം, കുറച്ച് സംസാരിക്കണം, ലൈഫ് അപ്ഡേറ്റ് ഷെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ പുള്ളിക്കാരൻ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് ടൈമും കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കാത്തലോണിലോട്ട് പോയി. പിന്നെ അവിടെ നല്ല ഫണ്ണായിരുന്നു. നമ്മളെല്ലാ കാര്യവും ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് ഒന്നും വാങ്ങാനല്ല പോയത്, ചുമ്മാ ട്രൈ ചെയ്യാനും. സൈക്കിൾ ഓട്ടിക്കുന്നു, സ്കേറ്റിംഗ് ബോർഡ് ട്രൈ ചെയ്യുന്നു, ഇതൊക്കെയായിരുന്നു അവിടുത്തെ പണി. ലാസ്റ്റ് സെക്യൂരിറ്റി വന്ന് പറഞ്ഞു അയ്യോ ഇവിടെ നിന്ന് കളിക്കാൻ പാടില്ല. അങ്ങനെ ഇറ്റ് വാസ് ഫൺ. ഒരെണ്ണം കൊടുക്കടാ. ഇനി നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോയത്. ഇത് നമ്മുടെ പുതിയ ഫ്രണ്ടാണ്, നോസി എന്നാണ് നമ്മൾ വിളിക്കാറ്. അത് കഴിഞ്ഞ് ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ളൊരു പാർലറിൽ പോയി ത്രെഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പിന്നെ അത്യാവശ്യത്തിനുള്ള വെർമസല്ലിയോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങാൻ പോയതാണ്. അതിനിടയിൽ കൂടെ ഞാൻ ബിസ്ക്കറ്റും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്രോസറി, എഗ്ഗ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ നമ്മളിപ്പം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പം ഉച്ചയ്ക്ക് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്തില്ല. ഈ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. സോ മുദ്രകളും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് റിമെമ്പർ ചെയ്ത് നോക്കിയായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാനിത് 1 മന്തായി ഭരതനാട്യം തുടങ്ങിയിട്ട്. സോ ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്, ഗോയിങ് ഗുഡ്. ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു മാസം എങ്ങനെയാണെന്തോ പോയത്. ഇന്നാളായിട്ട് ഞാൻ ആ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുള്ളതേ ഉള്ളൂ. ഇറ്റ് വാസ് ഗുഡ്. കറൻ്റ്ലി ഞാൻ നാട്ടടവാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് ഞാൻ ചുമ്മാ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണതാണ്. ഡാൻസ് ക്ലാസ്സിൽ പോയി വന്നിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോയാലോ. അപ്പോൾ അത് നോക്കി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്കാണ്, ഞാൻ ജസ്റ്റ് എടുത്തൊരു ക്ലിപ്പാണ്. പിന്നെ നൈറ്റ് വെർമസല്ലി ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. സോ ഇത് സൺഡേയിലത്തെ ക്ലിപ്പുകളാണ്. മോർണിംഗ് തന്നെ എണീറ്റിട്ട് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇത് മോർണിംഗ് അല്ല കേട്ടോ, നമ്മുടെ മോർണിംഗ് എന്ന് പറയണത് ഒരു 11:30-12 ആണ്.
സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്, ബ്രഞ്ച് മാതിരി. സോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മൈദ ദോശയും നല്ല ടേസ്റ്റി യമ്മി ആയിട്ടുള്ള മുട്ടക്കറിയുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഈവനിങ് 7 o'clock കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വായി നോക്കാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മളൊരു ചായയും പഴംപൊരിയും കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നമുക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വിഷയങ്ങൾ തീരാറില്ല, എപ്പോഴും നമുക്ക് ടോപ്പിക്ക് കാണും സംസാരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഇങ്ങനെ കുറേ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു. പിന്നെ അവിടെ ചെന്നൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഇങ്ങനെ കളക്ഷൻസൊക്കെ നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് പുട്ട് കഴിക്കാൻ തോന്നി. അങ്ങനെ പുട്ട് കഴിക്കാനായി പോയി പുട്ട് ചോദിച്ചപ്പോഴേക്കും അവിടെ പുട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്ക് പുട്ട് വേണമെന്നായിരുന്നു. അങ്ങനെ പുട്ട് കിട്ടുന്ന ഒരു കടയിൽ പോയി അവിടുന്ന് പുട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. എന്ന് പറഞ്ഞാൽ പുട്ടും ബീഫും വെച്ചിട്ട് അവർ മിക്സ് ചെയ്ത് തരും എന്തൊക്കെയോ ചെയ്തിട്ട്. ഇനി അതൊക്കെ കഴിച്ചിട്ട് നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. ഇതായിരുന്നു നമ്മുടെ ഒരു വീക്കെൻഡ്, സാറ്റർഡേ സൺഡേ നമ്മളിങ്ങനെയായിരുന്നു നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.